നമ്മുടെ കേരളത്തിൽ പാലക്കാട് ഒരു മുസ്ലിമാണെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ഒരു ബംഗ്ലാദേശിയാണെന്ന് വിചാരിച്ച് ഒരു പാവം മനുഷ്യനെ മർദ്ദിച്ച് കൊന്നിരിക്കുന്നു. എത്ര പേര് ഇത് ന്യൂസാക്കി? ഈ ന്യൂസാക്കുന്ന ആൾക്കാരെല്ലാം മതത്തിൻ്റെ പേരിൽ അത് വിവാദമാക്കാനായിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ഇവിടെ ഈ സംഭവം നടക്കുന്ന സമയത്ത് തന്നെ ബംഗ്ലാദേശിൽ ഒരു പാവം പിടിച്ച ഹിന്ദുവിനെ എന്ന് എടുത്ത് ഞാൻ പറയുന്നത് ഹിന്ദുവിനെ അടിച്ച് ചവിട്ടി കൂട്ടി കെട്ടിത്തൂക്കി കത്തിച്ചെളിഞ്ഞിരിക്കുന്നത്. എല്ലായിടത്തും പ്രശ്നങ്ങളാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ തൊപ്പി വെച്ചെന്ന് പറഞ്ഞാൽ ഞാൻ മുസ്ലിം ആവുന്നില്ല, ഇതാണെങ്കിൽ രുദ്രാസൻ ധരിച്ചെന്ന് പറഞ്ഞ് ഹിന്ദു ആവുന്നില്ല, എൻ്റെ പേര് ക്രിസ്റ്റഫർ എന്നുള്ള പേര് വെച്ചിട്ട് ഞാൻ ക്രിസ്ത്യനും ആവുന്നില്ല. പക്ഷെ നിങ്ങൾ ഒരാളെ വിലയിരുത്തുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടൊക്കെ തന്നെയാണ്. സോ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ഇവിടെ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യനോ എന്തോ ആയിക്കോട്ടെ, മനുഷ്യർക്ക് വെറും പട്ടിയുടെ വില പോലും ഇപ്പോൾ കൊടുക്കുന്നില്ല. മുമ്പ് പാലസ്തീനിലും മറ്റും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് എല്ലാവർക്കും സപ്പോർട്ടും മണ്ണാങ്കട്ടയായിട്ടെല്ലാം സ്റ്റോറീസും കാര്യങ്ങളും ഇടുന്ന ആൾക്കാർ കേരളത്തിൽ ഒരു സംഭവം നടന്നിട്ട് ആരും ഒന്നും ചെയ്തില്ല. അവിടെ ബംഗ്ലാദേശിൽ പോയിട്ട് ഹിന്ദുവിനെ കൊന്നിട്ട് ഹിന്ദു മുസ്ലിം അങ്ങനെ എടുത്ത് പറയേണ്ട കാര്യം എനിക്കില്ല. ഞാൻ അതെടുത്ത് പറഞ്ഞതാണ് കേട്ടോ. പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കത്തുള്ളൂ. കാരണം നിങ്ങൾ കാസ്റ്റിനെയും മതത്തെയും ഒക്കെ ഫോക്കസ് ചെയ്തിട്ടാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. സോ ഞാൻ പറയുന്നു, ഇങ്ങനെയാണ് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇവിടെ നിങ്ങളുടെ നാട്ടിൽ പോലും നിങ്ങളുടെ കൺമുന്നിലും ഇതേ കണക്കുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പട്ടിയെ കൊല്ലുന്ന പോലെ ചിലപ്പോൾ നിങ്ങളുടെ ബന്ധുക്കളെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ നിന്നെ തന്നെ ചിലപ്പോൾ തല്ലിക്കൊന്നെന്ന് വരാം. സൂക്ഷിച്ചോ.